പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് നമ്മൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MA മലയാളം 4ാം സെമസ്റ്ററിലെ കണ്ടൻറ് റൈറ്റിംഗ് പ്രൊഫിഷ്യൻസി ഇൻ മലയാളം എന്ന പേപ്പറിലെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ചർച്ച ചെയ്യുന്നത്. പരസ്യം, പരസ്യ സാഹിത്യം ഇവ എന്തെന്ന് വിശദമാക്കുക. നിരവധി ആളുകൾക്ക് സന്ദേശങ്ങൾ അല്ലെങ്കിൽ വിവരങ്ങൾ നൽകുന്നതിനും പ്രേരണ നൽകുന്നതിനും വേണ്ടി മറ്റൊരാളോ ആൾക്കാരോ അതായത് സ്ഥാപനങ്ങളോ പ്രതിഫലേച്ഛയോടുകൂടി നടത്തുന്ന ആശയവിനിമയ പ്രക്രിയയാണ് പരസ്യം എന്നത്. നിരവധി ആളുകൾക്ക് സന്ദേശങ്ങൾ നൽകുന്നതിനും പ്രേരണ നൽകുന്നതിനും വേണ്ടി മറ്റൊരാളോ ആൾക്കാരോ പ്രതിഫലേച്ഛയോടുകൂടി നടത്തുന്ന ആശയവിനിമയ പ്രക്രിയയാണ് പരസ്യമെന്ന് പറയുന്നത്. ഭാഷയോ ചിഹ്നങ്ങളോ ഉപയോഗിച്ച് നടത്തുന്ന ആശയവിനിമയ രീതിയിൽ ഒന്നാണ് പരസ്യമെന്നത്. ഭാഷയോ ചിഹ്നങ്ങളോ ഉപയോഗിച്ച് നടത്തുന്ന ആശയവിനിമയ രീതിയിൽ ഒന്നാണ് പരസ്യം. ഭാഷയുടെ സവിശേഷവൽക്കരണമായ സാഹിത്യത്തെക്കാൾ പ്രാധാന്യം ഇന്ന് പരസ്യത്തിന് കൈവന്നിട്ടുണ്ട്. സാഹിത്യമില്ലെങ്കിലും ലോകത്തിലൊന്നും സംഭവിക്കില്ല. എന്നാൽ പരസ്യമില്ലെങ്കിൽ ലോകമില്ല എന്ന അവസ്ഥയിലേക്ക് ലോകം മാറി എന്ന് വേണമെങ്കിൽ പറയാം. പരസ്യമില്ലെങ്കിൽ ലോകമില്ല എന്ന അവസ്ഥയിലേക്ക് ലോകമിന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ പരസ്യമെന്നത് സവിശേഷമായ അർത്ഥത്തിൽ ഒരു സാഹിത്യരൂപമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പരസ്യ സാഹിത്യമെന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. പരസ്യമെന്നത് സവിശേഷമായ അർത്ഥത്തിൽ ഒരു സാഹിത്യരൂപമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കതിനെ പരസ്യ സാഹിത്യമെന്ന് വിളിക്കാം. രണ്ടാമത്തെ ചോദ്യം, പരസ്യം എന്ന പദത്തിൻ്റെ നിഷ്പത്തിയും അർത്ഥവും വിശദീകരിക്കുക. പരസ്യം എന്ന പദത്തിൻ്റെ നിഷ്പത്തിയും അർത്ഥവും വിശാലമായതാണ്. രഹസ്യത്തിൻ്റെ വിപരീതാർത്ഥത്തിൽ തുറന്നുവെച്ചത് എന്നൊരർത്ഥം സംസ്കൃതത്തിൽ പരസ്യത്തിനുണ്ട്. രഹസ്യത്തിൻ്റെ വിപരീതാർത്ഥത്തിൽ തുറന്നുവെച്ചത് എന്നൊരു അർത്ഥമാണ് സംസ്കൃതത്തിൽ പരസ്യമെന്ന പദത്തിന് ഉള്ളത്. ഫരസ് എന്ന അറബി വാക്കിൽ നിന്നാണ് പരസ്യം എന്ന പദത്തിൻ്റെ രൂപാന്തരമെന്നും പറയുന്നുണ്ട്. ഫരസ് എന്ന അറബി വാക്കിൽ നിന്നാണ് പരസ്യം എന്ന പദമുണ്ടായതെന്ന് ചിലർ പറയുന്നുണ്ട്. ശബ്ദതാരാവലിയിൽ വിളംബരം, പൊതുവായ അറിയിപ്പ്, പരസ്യപ്പെടുത്തുക എന്നിങ്ങനെ അർത്ഥങ്ങൾ കൊടുത്തു കാണുന്നുണ്ട്. ശബ്ദധാരാവലിയിൽ പരസ്യം എന്ന പദത്തിന് വിളംബരം, പൊതുവായ അറിയിപ്പ്, പരസ്യപ്പെടുത്തുക എന്നിങ്ങനെ അർത്ഥങ്ങളാണ് കാണുന്നത്. ഗുണ്ടട്ടിൻ്റെ നിഘണ്ടുവിൽ തമിഴിൽ പരാസ്യം എന്നും പേർഷ്യൻ ഭാഷയിൽ പ്രകാശ്യം എന്നും സിറിയൻ ഭാഷയിൽ ഫരാസി എന്നും ഫ്രഞ്ച് ഭാഷയിൽ പരക്ക എന്നും ഇംഗ്ലീഷിൽ പ്രൊക്ലമേഷൻ, പബ്ലിസിറ്റി എന്നിങ്ങനെയും കാണുന്നുണ്ട്. ഒന്നും കൂടി പറയാം. തമിഴിൽ പരാസ്യം, അതുപോലെ പേർഷ്യൻ ഭാഷയിൽ പ്രകാശ്യം, സിറിയൻ ഭാഷയിൽ ഫരാസി, ഫ്രഞ്ച് ഭാഷയിൽ പരക്ക, ഇംഗ്ലീഷിൽ പ്രൊക്ലമേഷൻ, പബ്ലിസിറ്റി എന്നിങ്ങനെയെല്ലാം കാണുന്നു. രാജാക്കന്മാരുടെ വിളംബരങ്ങളും അറിയിപ്പുകളുമൊക്കെ ആദ്യകാല പരസ്യപ്രചാരണ ഉപാധിയുടെ ഭാഗമായി കണക്കാക്കാവുന്നതാണ്. രാജാക്കന്മാരുടെ വിളംബരങ്ങളും അറിയിപ്പുകളുമൊക്കെ ആദ്യകാല പരസ്യപ്രചാരണ ഉപാധികളായി കണക്കാക്കാവുന്നതാണ്. ലോകം, സാധന കൈമാറ്റം, സേവനം എന്നിവയിലേക്ക് മാറിയ നാൾ മുതലായിരിക്കണം പരസ്യം ആവിർഭവിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. ആദ്യ പരസ്യ കമ്പനിയെയും ഏജൻസിയെയും പരസ്യവാചകത്തെയും പരിചയപ്പെടുത്തുക. ആദ്യ പരസ്യ കമ്പനി, അതുപോലെ ഏജൻസി, പരസ്യവാചകം എന്നിവ പരിചയപ്പെടുത്തുക. 1849 ഫിലാഡൽഫിയയിലാണ് പൂർണ്ണമായും പരസ്യ നിർമ്മാണത്തിനുള്ള ആദ്യ കമ്പനി പരസ്യ ഏജൻസി രൂപം കൊള്ളുന്നത്. 1849 ഫിലാഡൽഫിയയിലാണ് പരസ്യ നിർമ്മാണത്തിനുള്ള ആദ്യ കമ്പനി രൂപം കൊണ്ടത്. NW അയ്യർ ആൻഡ് സൺസ് എന്നാണ് ആ കമ്പനിയുടെ പേര്. NW അയ്യർ ആൻഡ് സൺസ്. 17
1886 വില്യം ടെയ്ലർ എന്ന ആൾ ലണ്ടനിൽ ഒരു പരസ്യ കമ്പനി തുടങ്ങിയതായും പറയപ്പെടുന്നു. 1959 ആഗസ്റ്റിൽ ബ്രിട്ടീഷ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ബിച്ചാംസ് അവരുടെ ബിച്ചാംസ് പിൽ എന്ന ഉൽപ്പന്നത്തിനു വേണ്ടി തയ്യാറാക്കിയ ബിച്ചാം പിൽ വർത്ത് ഗിന്ന എ ബോക്സ് എന്നതാണ് ആദ്യ സ്ലോഗൻ അല്ലെങ്കിൽ പരസ്യവാചകം. ഒന്നുകൂടി പറയാം. 1959 ആഗസ്റ്റിൽ ബ്രിട്ടീഷ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ബിച്ചാംസ് അവരുടെ ബിച്ചാംസ് പിൽ എന്ന ഉൽപ്പന്നത്തിനു വേണ്ടി തയ്യാറാക്കിയ ബിച്ചാം പിൽ വർത്ത് ഗിന്ന എ ബോക്സ് എന്നതാണ് ആദ്യ സ്ലോഗൻ അഥവാ പരസ്യവാചകം. 4ാമത്തെ ചോദ്യം നോക്കാം. പരസ്യഭാഷയുടെ സവിശേഷതകൾ എന്തെല്ലാം? ഉദാഹരണ സഹിതം വ്യക്തമാക്കുക. പരസ്യഭാഷ ഋജുവായിരിക്കണം. സെക്കൻഡുകൾക്ക് വില പറയുന്ന പരസ്യ വിപണിയിൽ ഭാഷ എപ്പോഴും നേരിട്ട് ആശയവിനിമയം ചെയ്യുന്നതും കൃത്യതയുള്ളതുമായിരിക്കണം. പരസ്യ വിപണിയിൽ സെക്കൻഡുകൾക്കാണ് വില. അതുകൊണ്ട് തന്നെ ഭാഷ എപ്പോഴും നേരിട്ട് ആശയവിനിമയം ചെയ്യുന്നതും കൃത്യതയുള്ളതുമായിരിക്കണം. മിൽമയുടെ പരസ്യം നോക്കൂ. കേരളം കണികണ്ടുണരുന്ന നന്മ. കേരളം കണികണ്ടുണരുന്ന നന്മ എന്നതാണ് മിൽമയുടെ പരസ്യവാക്യം. മലയാളത്തിൻ്റെ സുപ്രഭാതം എന്നിങ്ങനെയുള്ള ടാഗ് ലൈനുകൾ ഇങ്ങനെ ഉണ്ടായതാണ്. പരസ്യങ്ങളിൽ ബഹുഭാഷാ സങ്കരം പലപ്പോഴും കാണാവുന്നതാണ്. ഇന്ന് എല്ലാ മാധ്യമങ്ങളിലും അന്യഭാഷാ സ്വാധീനം കണ്ടുവരുന്നുണ്ട്. മാധ്യമങ്ങളിലൂടെ സവിശേഷവൽക്കരിക്കപ്പെട്ട ഭാഷാരീതിയാണ് പരസ്യങ്ങളും പിന്തുടരുന്നത്. മാധ്യമങ്ങളിലൂടെ സവിശേഷവൽക്കരിക്കപ്പെട്ട ഭാഷാരീതി തന്നെയാണ് പരസ്യങ്ങളും പിന്തുടരുന്നത്. അതിനായി അന്യഭാഷാ പദങ്ങൾ അതുപോലെ കൂട്ടിച്ചേർത്ത് മാതൃഭാഷ പറയുന്ന സങ്കര സ്വഭാവത്തിലാണ് പല പരസ്യഭാഷയും നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്യഭാഷാ പദങ്ങൾ അതുപോലെ കൂട്ടിച്ചേർത്ത് മാതൃഭാഷ പറയുന്ന സങ്കര സ്വഭാവത്തിലാണ് പല പരസ്യഭാഷയും നിർമ്മിക്കുന്നത്. മുൻപ് എനിക്ക് പതിവായി സ്കിൻ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് റിയ എനിക്ക് റെക്കമെൻഡ് ചെയ്തത്. ഒരു പരസ്യവാചകമാണിത്. മുൻപ് എനിക്ക് പതിവായി സ്കിൻ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് റിയ എനിക്ക് റെക്കമെൻഡ് ചെയ്തത് എന്ന തരത്തിലുള്ള മംഗ്ലീഷ് പരസ്യഭാഷയെ ആശയവിനിമയത്തിന് എളുപ്പമാർഗമാക്കുന്നു. ഇത് ആശയവിനിമയത്തിന് എളുപ്പമാകുന്നുണ്ട് ഈ മംഗ്ലീഷ് പരസ്യഭാഷ. ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്ന രീതിയിൽ പൂർണ്ണമായും പരിഭാഷാ പദം സ്വന്തം എന്ന രീതിയിൽ നമ്മളെ പ്രതീക്ഷിക്കുന്നതും പരസ്യഭാഷയിലൂടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. മുഴുവൻ പദവും ഇംഗ്ലീഷ് തന്നെയാണ്. ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്ന ഒരു പരസ്യം. പരസ്യത്തിൽ മെറ്റോണമി ഉപയോഗിക്കുന്നത് സാധാരണമാണ്. വസ്തുവുമായോ ആശയവുമായോ അടുത്ത ബന്ധമുള്ള പദത്തിനു പകരമായി മറ്റൊരു പദം ഉപയോഗിക്കുന്ന ഭാഷാ ശൈലിയാണ് മെറ്റോണോമി. മെറ്റോണോമി എന്നത് വസ്തുവുമായോ ആശയവുമായോ അടുത്ത ബന്ധമുള്ള പദത്തിന് പകരമായി മറ്റൊരു പദം ഉപയോഗിക്കുന്നതാണ്. കാത് നിറയെ കേൾക്കാം, മനം നിറയെ ശ്വസിക്കാം, മതിവരുവോളം സംസാരിക്കാം. അപ്പോൾ കാത് നിറയെ കേൾക്കാം, മനം നിറയെ ശ്വസിക്കാം, മതിവരുവോളം സംസാരിക്കാം എന്ന പരസ്യവാചകത്തിൽ കാത്, മനം തുടങ്ങിയ പദങ്ങൾ അതിലുപരിയായി ആഹ്ലാദത്തിൻ്റെയും ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെയും അടയാളങ്ങളായി മാറുന്നത് കാണാം. ഈ പരസ്യവാചകത്തിൽ കാത്, മനം തുടങ്ങിയ പദങ്ങൾ അവരുടെ അർത്ഥത്തിന് പുറമേ, അവർക്കുള്ള യഥാർത്ഥ അർത്ഥത്തിന് പുറമേ അതിനുപരിയായിട്ട് ആഹ്ലാദത്തിൻ്റെയും ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെയും അടയാളങ്ങളായി മാറുന്നു. സഹായത്തിന് മീൻസ് നിങ്ങൾക്കരികിലുണ്ട്, സഹായത്തിന് മീൻസ് നിങ്ങൾക്കരികിലുണ്ട് എന്ന പരസ്യവാചകത്തിൽ അംശം കൊണ്ട് പൂർണ്ണത്തെ കുറിക്കുന്ന മറ്റൊരു തരം മെറ്റോണോമിയും പരസ്യഭാഷയുടെ സവിശേഷതയാണ്. പരസ്യഭാഷ കൂടുതൽ കൃത്യതയും ശ്രദ്ധേയമാവുവാൻ ഇത്തരം പ്രയോഗങ്ങൾ സഹായിക്കുന്നുണ്ട്. ഭാഷയിൽ
നാടോടി പദങ്ങളും ശൈലികളും പ്രയോഗിക്കുന്നത് പരസ്യഭാഷയുടെ സ്വഭാവമാണ്. ഭാഷയിൽ നാടോടി പദങ്ങളും ശൈലികളും പ്രയോഗിക്കുന്നത് പരസ്യഭാഷയുടെ സ്വഭാവമാണ്. ഫ്ലോക്ലോറിസം എന്ന സവിശേഷവൽക്കരണം കൂടി ഇവിടെ സംഭവിക്കുന്നു. പച്ചപ്പായലിൻ പലവിധ ശല്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. ഒരു പ്രധാനപ്പെട്ട ഒരു പെയിൻറ്റിൻ്റെ പരസ്യത്തിൽ പറയുന്നതാണ് ഈ വാചകം. പച്ചപ്പായലിൻ പലവിധ ശല്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന പരസ്യവാചകം പാണ്ഡൻ നായുടെ പല്ലിനു ശൗര്യം എന്ന് തുടങ്ങുന്ന പഴഞ്ചൊല്ലിൻ്റെ പകരം വെക്കലാണ്. ചന്ദ്രൻ ചേട്ടൻ്റെ വീട് കണ്ടാൽ അമ്പിളിമാമൻ ഉദിച്ച പോലെ എന്നതും ചന്ദ്രൻ ചേട്ടൻ്റെ വീട് കണ്ടാൽ അമ്പിളിമാമൻ ഉദിച്ച പോലെ എന്നത് പായലേവിട പൂപ്പലേവിട എന്നതും ഇത്തരം ഭാഷാപ്രയോഗത്തിൻ്റെ പരസ്യവൽകൃത രൂപമാണ്. ഭാഷയിലെ യമകവും ശ്ലേഷവും തുടങ്ങിയ അലങ്കാരങ്ങളും സവിശേഷമായ പ്രയോഗവും പരസ്യഭാഷയിൽ ഇന്ന് കണ്ടുവരുന്നുണ്ട്. ഒരു പദം പല അർത്ഥത്തിൽ ആവർത്തിച്ച് പ്രേക്ഷകൻ്റെയും കേൾവിക്കാരൻ്റെയും മനസ്സിലുറപ്പിക്കലാണിത്. മലയാളക്കരയുടെ നല്ല കരമുണ്ടെന്നും മലയാളക്കരയുടെ നല്ല കരമുണ്ടെന്നും നല്ലോണം ഉണ്ടോണം എന്നും മുണ്ട് എന്ന പദം മുണ്ടെന്നും ഉണ്ടെന്നുമുള്ള അർത്ഥത്തിൽ പരസ്യങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നതാണ്. ഒന്നുകൂടി നോക്കാം. മലയാളക്കരയുടെ നല്ല കരമുണ്ടെന്നും നല്ലോണം ഉണ്ടോണം എന്നും മുണ്ട് എന്ന പദം മുണ്ടെന്നും ഉണ്ടെന്നുമുള്ള അർത്ഥത്തിലുള്ള പരസ്യങ്ങൾ ഇങ്ങനെയുണ്ടായതാണ്. പ്രാസപ്രയോഗത്തിൻ്റെ സവിശേഷതയും ഇത്തരം പരസ്യങ്ങളിൽ കാണാവുന്നതാണ്. പരസ്യവാചകങ്ങൾ എല്ലാ കാലവും ജനങ്ങളിൽ നിലനിർത്തുന്നതിനും ആകർഷകത്വം വർദ്ധിപ്പിക്കുന്നതിനും ഇത് സഹായിക്കുന്നു. 100ൽ 100 നിറം നിറം, 100ൽ 100 ഗുണം, 100ൽ 100 ബലം ബലം, 100ൽ 100 വജ്രം. ഒന്നുകൂടി നോക്കാം. 100ൽ 100 നിറം നിറം, 100ൽ 100 ഗുണം, 100ൽ 100 ബലം ബലം, 100ൽ 100 വജ്രം എന്ന് ഉൽപ്പന്നക്കാരൻ പദങ്ങളെ ആവർത്തിക്കുന്നിടത്ത് പ്രാസഭംഗി കൂടാതെ ഗണിതശാസ്ത്രപരമായിട്ടുള്ള ഒരു ഉറപ്പിക്കൽ കൂടി കേൾവിക്കാരിൽ ഉണ്ടാക്കുന്നുണ്ട്. സൈദ്ധാന്തികമായ ഭാഷാപ്രയോഗവും പരസ്യങ്ങളിൽ കണ്ടുവരുന്നുണ്ട്. പൂഴിമണ്ണിലാണോ വീട്? സുദൃഢമായ കോൺക്രീറ്റ് തന്നെ. അസ്ഥിവാരം മുതൽ മേൽക്കൂര വരെ അതിവേഗം ഉറച്ച ബലം തരണമെങ്കിൽ. ഇതൊക്കെ സൈദ്ധാന്തികമായിട്ടുള്ള ഭാഷാപ്രയോഗങ്ങളാണ്. ഭാഷയിലൂടെ യുക്തികൾ ചൂണ്ടിക്കാണിച്ച് സ്വന്തം അഭിപ്രായം സ്ഥാപിക്കാനുള്ള ശ്രമമാണ് ഇത്തരം പരസ്യങ്ങൾ ചെയ്യുന്നത്. കുടുംബത്തിന് വേണ്ടി കെട്ടുന്നു, നോ കോംപ്രമൈസ് എന്ന് മറ്റൊരു കമ്പനി പരസ്യത്തിൽ മറ്റൊരു ഒത്തുതീർപ്പുമില്ലാതെ തങ്ങളുടെ ഉൽപ്പന്നം മാത്രം മതി എന്ന് ഉപഭോക്താവിനെ ഓർമ്മപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ ഉറപ്പിക്കുകയാണ്. ലളിതമായ വാക്യങ്ങൾ ഉപയോഗിക്കുന്നതാണ് ചില പരസ്യങ്ങളുടെ സവിശേഷത. വാക്യം ലളിതമാണെങ്കിലും അത് ഉൽപ്പാദിപ്പിക്കുന്ന പ്രതികരണം ശക്തമാണ്. വാക്യങ്ങൾ ലളിതമായിരിക്കാം, പക്ഷേ അത് ഉൽപ്പാദിപ്പിക്കുന്ന പ്രതികരണം ശക്തമാണ്. വ്യത്യസ്തമായ അർത്ഥതലങ്ങളാണ് ഇതുവഴി കൈവരുന്നത്. ഉദാഹരണം, വിശ്വാസം അതല്ലേ എല്ലാം, വന്നല്ലോ വനമാല തുടങ്ങിയ പരസ്യങ്ങൾ ഇത്തരത്തിലുള്ളവയാണ്. ചോദ്യവാക്യങ്ങൾ ഉപയോഗിച്ചുള്ള പരസ്യങ്ങൾക്കും ഏറെ പ്രസക്തിയുണ്ട്. പ്രസ്താവനകളേക്കാൾ ശക്തി എപ്പോഴും ചോദ്യങ്ങൾക്ക് തന്നെയാണ്. നിങ്ങളുടെ ടൂത്ത് പേസ്റ്റിൽ ഉപ്പുണ്ടോ എന്ന പരസ്യം ഇത്തരത്തിലുള്ള ചോദ്യവാക്യമാണ്. അതുപോലെ പൂഴി മണ്ണിലാണോ മോന് വീട് വെക്കുന്നതും ഇതും ഒരു ചോദ്യം തന്നെയാണ്. ഇത്തരം ചോദ്യങ്ങൾ ജനങ്ങളെ ചിന്തിപ്പിക്കുന്നു. തങ്ങളുടെ ഉൽപ്പന്നത്തിൻ്റെതായ ഉത്തരത്തിലെത്താൻ ഇത് ഉപഭോക്താക്കളെ പ്രേരിപ്പിക്കുന്നുണ്ട്. അതുപോലെ വൈകിട്ടെന്താ പരിപാടി എന്ന പ്രമുഖ നടൻ ചോദിക്കുന്നത് ശ്രദ്ധേയമായ ഒരു പരസ്യമാണ്. അലങ്കാര പ്രയോഗങ്ങൾ നിറഞ്ഞതാണ് മിക്കപ്പോഴും പരസ്യഭാഷ. പരസ്യഭാഷയിൽ ധാരാളം അലങ്കാര പ്രയോഗങ്ങളും കാണാറുണ്ട്. ശബ്ദാലങ്കാരങ്ങളും അർത്ഥാലങ്കാരങ്ങളും ഉപഭോക്താവിൻ്റെ ശ്രദ്ധയെ ആകർഷിക്കുന്നുണ്ട്. ശബ്ദാലങ്കാരങ്ങളും അർത്ഥാലങ്കാരങ്ങളും ഉപഭോക്താവിൻ്റെ ശ്രദ്ധയെ ആകർഷിക്കുന്നു. അലങ്കാരങ്ങളിൽ ഉപമയ്ക്കും അതിശയോക്തിക്കുമാണ് പ്രാധാന്യം. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പരസ്യം തന്നെ നോക്കാം. ചന്ദ്രൻ ചേട്ടൻ്റെ വീട് കണ്ടാൽ അമ്പിളിമാമൻ ഉദിച്ച പോലെ. ഇതൊരു പെയിൻറ്റിൻ്റെ പരസ്യമാണ്.
ചന്ദ്രൻ ചേട്ടൻ്റെ വീട് കണ്ടാൽ അമ്പിളി മാമൻ ഉദിച്ച പോലെ. പദതലത്തിലും വാക്യതലത്തിലും നിരവധി വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഭാഷയാണ് പരസ്യത്തിനായി നമ്മൾ ഉപയോഗിക്കുന്നത്. പദതലത്തിലും വാക്യതലത്തിലും നിരവധി വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഭാഷ പരസ്യഭാഷയിൽ കാണാം. ഇത് ശ്രദ്ധയാകർഷിക്കുക എന്ന പരസ്യധർമ്മത്തെയാണ് ലക്ഷ്യമാക്കുന്നതെങ്കിലും ലളിതമായ മലയാളത്തിൻ്റെ തെളിമയാർന്ന ഭാഷ സൃഷ്ടിച്ചെടുക്കുവാനാണ് പരസ്യ നിർമ്മാതാക്കൾ ശ്രമിക്കുന്നത്. പലപ്പോഴും പരസ്യഭാഷയിൽ വികലമായിട്ടുള്ള പ്രയോഗങ്ങളും കാണാറുണ്ട്. ഉച്ചാരണത്തിലെ അന്യഭാഷാ സ്വാധീനവും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മലയാളത്തിൽ തന്നെ നിരവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. പോലീസുകാരെ പോലെ മുക്കിലും മൂലയും ഒളിച്ചിരിക്കുന്ന കള്ളക്കൊതുകുകളെ എന്നൊരു പരസ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പോലീസുകാരെ പോലെ മുക്കിലും മൂലയിലും ഒളിച്ചിരിക്കുന്ന കള്ളക്കൊതുകുകളെ. ഇത് ഒരു കൊതുകുനാശിനിയുടെ പരസ്യത്തിൽ പോലീസുകാർ കുറ്റക്കാരായി മാറുന്നു. ഒരു പ്രമുഖ നടൻ എൻ്റെ പല്ലുകൾക്ക് എന്തൊരു ബലമെന്ന് ഉച്ചരിക്കുന്നതിൽ അന്യഭാഷാ വൈകല്യം കാണുന്നുണ്ട്. മലയാളി ബലമെന്ന് എഴുതിയാൽ ബലമെന്ന് ഉച്ചരിക്കുന്നത്. എന്നാൽ പരസ്യ നടൻ അയാളുടെ ഭാഷയുടെ രീതി വെച്ച് ഏക്ക് പകരം ആയുടെ ഉച്ചാരണമാണ് നൽകിയിരിക്കുന്നത്. രാഷ്ട്രീയത്തിലും പരസ്യവാചകങ്ങൾ സൃഷ്ടിച്ച അതിശയകരമായ മാറ്റം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇന്ത്യ തിളങ്ങുന്നു, മേക്കിംഗ് ഇന്ത്യ, LDF വരും, എല്ലാം ശരിയാകും, വളരണം, ഈ നാട് തുടരണം, ഈ ഭരണം എന്നിങ്ങനെയുള്ള മുന്നണിയുടെ പ്രചരണ മുദ്രാവാക്യങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളവയാണ്. പരസ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഭാഷ അതിഭാവുകത്വം നിറഞ്ഞതും പ്രതീകാത്മങ്ങളും പ്രേരക ശക്തി നിറഞ്ഞതുമാകണം എന്നതാണ് പൊതുവെ അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യം. പരസ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഭാഷ അതിഭാവുകത്വം നിറഞ്ഞതും പ്രതീകാത്മങ്ങളും പ്രേരക ശക്തി നിറഞ്ഞതുമായിരിക്കണം. പദം ഏതായാലും പരസ്യവാചകം നന്നായാൽ മതി എന്നതാണ് ഇന്നത്തെ നയം. ലളിതവും കാവ്യാത്മകവുമായിരിക്കണം പരസ്യഭാഷ. ലളിതവും കാവ്യാത്മകവുമായിരിക്കണം പരസ്യഭാഷ. പരസ്യഭാഷയെക്കുറിച്ചുള്ള റെയ്മണ്ട് വില്യംസിൻ്റെ നിരീക്ഷണം എന്താണ്? പരസ്യകലയുടെ ഭാഷ അതിഭാവുകത്വം നിറഞ്ഞതും അതിശയോക്തിപരമായ അവകാശവാദങ്ങളെ സൃഷ്ടിക്കുന്നതുമാണ് എന്നാണ് റെയ്മണ്ട് വില്യംസ് പറഞ്ഞിട്ടുള്ളത്. പരസ്യകലയുടെ ഭാഷ അതിഭാവുകത്വം നിറഞ്ഞതും അതിശയോക്തിപരമായ അവകാശവാദങ്ങളെ സൃഷ്ടിക്കുന്നതുമാണ് എന്നാണ് റെയ്മണ്ട് വില്യംസ് പരസ്യഭാഷയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അടുത്തൊരു ചോദ്യം, പുസ്തക റിവ്യൂ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? പുസ്തകങ്ങളുടെ റിവ്യൂ തയ്യാറാക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വായനക്കാരുടെ താല്പര്യങ്ങളെയും അഭിരുചികളെയും നിലനിർത്തിക്കൊണ്ടുപോകുന്ന രീതിയിലെ ആഖ്യാന സമ്പ്രദായങ്ങൾ ഉണ്ടാകണം. വായനക്കാരുടെ താല്പര്യങ്ങളും അഭിരുചികളും നിലനിർത്തിക്കൊണ്ടുപോകുന്ന രീതിയിലെ ആഖ്യാന സമ്പ്രദായങ്ങൾ അതിലുണ്ടായിരിക്കേണ്ടതാണ്. പ്രമേയവും ആഖ്യാനവുമായുള്ള ബന്ധം ഉറപ്പാക്കണം. പ്രമേയവും ആഖ്യാനവുമായുള്ള ബന്ധം ഉറപ്പാക്കണം. വായനക്കാരെ കൃതികളിലേക്ക് എളുപ്പത്തിൽ അടുപ്പിക്കുന്ന തരത്തിലാവണം പുസ്തക റിവ്യൂ തയ്യാറാക്കേണ്ടത്. വായനക്കാരനെ കൃതിയിലേക്ക് എളുപ്പത്തിൽ അടുപ്പിക്കുന്ന തരത്തിലായിരിക്കണം പുസ്തക റിവ്യൂ നമ്മൾ തയ്യാറാക്കേണ്ടത്. വായനക്കാരുടെ വാങ്ങൽ ചോദനകളെ സ്വാധീനിക്കുന്ന മൂല്യങ്ങളും താല്പര്യങ്ങളും അവരെ മാനസികമായി തന്നെ അതിനോട് അടുപ്പിക്കുന്നുണ്ട്. ഉദാഹരണമായി ഈയിടെ പുറത്തിറങ്ങിയ ഒരു മലയാള നോവലിനെ പറ്റി 150 വാക്കുകളുള്ള ഒരു റിവ്യൂ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ പ്രമേയപരമായ സവിശേഷതകളും രചനാപരമായിട്ടുള്ള വൈവിധ്യവും സാമൂഹ്യ സാംസ്കാരിക സ്വഭാവങ്ങളും ചർച്ച ചെയ്യാവുന്നതാണ്. കൃതിയുടെ ശക്തി ദൗർബല്യങ്ങൾ പരാമർശിക്കാവുന്നതാണ്. വായനക്കാരൻ്റെ ആസ്വാദന താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകി അവരെ കൃതി വായിക്കേണ്ടതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം റിവ്യൂ നടത്തേണ്ടത്. അടുത്ത ചോദ്യം, ലഘുകുറിപ്പ് തയ്യാറാക്കുക. ബ്ലർബ്. ബ്ലർബ് എന്നത് ഒരു പുസ്തകം അല്ലെങ്കിൽ സിനിമ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമോ സംഗ്രഹമോ നൽകുന്ന ഒന്നാണ്. ഒരു പുസ്തകം, സിനിമ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങൾ എന്നിവയെക്കുറിച്ച് ഒരു ചെറിയ വിവരണമോ
സംഗ്രഹമോ നൽകുന്ന ഒന്നിനെയാണ് ബ്ലർബ് എന്ന് പറയുന്നത്. സാധാരണയായി പുസ്തകങ്ങളുടെ പിൻചട്ടയിൽ ഉള്ളടക്കത്തിനെക്കുറിച്ച് ഒരു ചെറുകുറിപ്പ് വായനക്കാരെ ആകർഷിക്കുന്നതിന് വേണ്ടി അച്ചടിക്കാറുണ്ട്. അധികം വിശദാംശങ്ങളൊന്നും നൽകാതെ പ്രധാന പ്രമേയങ്ങളോ എഴുത്തിനകത്തെ അതുല്യമായ ചില വശങ്ങളോ ഏതാനും വാക്കുകൾ കൊണ്ട് എഴുതി സാഹിത്യ തൽപരരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ബ്ലർബ് വഴി സാധിക്കുന്നുണ്ട്. ആ കൃതിയിലെ ഏതെങ്കിലും നല്ല വശങ്ങളോ ഏതാനും വാക്കുകളോ ഒക്കെ അതിൽ എഴുതാറുണ്ട്. അപ്പോൾ അത് വായനക്കാരൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ സഹായിക്കുന്നുമുണ്ട്. അപ്പോൾ വായനക്കാരെ ആകർഷിക്കുന്നതിന് വേണ്ടി കൃതിയെയും എഴുത്തുകാരനെയും അവതരിപ്പിച്ചുകൊണ്ട് പുസ്തകത്തിൻ്റെ പുറം ചട്ടയിൽ ആലേഖനം ചെയ്യുന്ന ചുരുങ്ങിയ വാക്കുകൾക്കാണ് ബ്ലർബ് അഥവാ പിന്നുര എന്ന് വിളിക്കുന്നത്. വായനക്കാരെ ആകർഷിക്കുന്നതിന് വേണ്ടി കൃതിയെയും എഴുത്തുകാരനെയും അവതരിപ്പിച്ചുകൊണ്ട് പുസ്തകത്തിൻ്റെ പുറം ചട്ടയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചുരുങ്ങിയ വാക്കുകളാണിവ. കുറച്ചു വാക്കുകളിൽ ഗ്രന്ഥത്തിൻ്റെ സാരാംശം പ്രകടമാക്കി പുസ്തകത്തിലേക്ക് വായനക്കാരൻ്റെ ശ്രദ്ധ കൊണ്ടുവരാനുള്ള ആകർഷകമായിട്ടുള്ള ഒരു അവതരണമാണിത്. ചില കൃതികളിൽ അവതാരികയിലുള്ള ശ്രദ്ധേയമായ വാക്കുകൾ ഇതിൽ ഉൾപ്പെടുത്താറുണ്ട്. പുസ്തകത്തെ സംബന്ധിച്ചുള്ള പരസ്യം കൂടിയാണ് ബ്ലർബിലൂടെ നിർവഹിക്കപ്പെടുന്നത്. പുസ്തകത്തെ സംബന്ധിച്ച പരസ്യം കൂടി ഇതിലൂടെ നിർവഹിക്കപ്പെടുന്നുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. ആങ്കറിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? സെമിനാറുകൾ, കോൺഫറൻസുകൾ, മറ്റു പരിപാടികൾ എന്നിവയുടെ ആത്യന്തികമായ വിഷയത്തിൽ അനിവാര്യമായ ഒരു ഘടകമാണ് ഉയർന്ന നിലവാരമുള്ള ആങ്കറിങ്. ഒരു പരിപാടിയുടെ ഒഴുക്കിനെ നിലനിർത്തുന്നതും പ്രേക്ഷകൻ്റെ സജീവ സാന്നിധ്യത്തെ പോഷിപ്പിക്കുന്നതും സെമിനാറുകളും പ്രഭാഷണങ്ങളും തമ്മിലുള്ള തടസ്സമില്ലാത്ത ഇടപെടലുകൾ സാധ്യമാക്കുന്നതും മികച്ച ആങ്കറിങ്ങുകളിലൂടെയാണ്. പരിപാടിയുടെ ഒഴുക്കിനെ നിലനിർത്തുന്നതും പ്രേക്ഷകൻ്റെ സജീവ സാന്നിധ്യത്തെ പോഷിപ്പിക്കുന്നതും സെമിനാറുകളും പ്രഭാഷണങ്ങളും തമ്മിലുള്ള തടസ്സമില്ലാത്ത ഇടപെടലുകൾ സാധ്യമാക്കുന്നതും മികച്ച ആങ്കറിങ്ങിലൂടെയാണ്. ഹൃദ്യമായിട്ടുള്ള ഒരു അനുഭവമാണ് ആങ്കറിങ്ങിലൂടെ ലഭിക്കുന്നത്. പരിപാടിയുടെ തുടക്കത്തിലുള്ള ഊഷ്മളമായൊരു സ്വാഗതം അവിടെ ഊർജ്ജവത്തായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുന്നുണ്ട്. പങ്കെടുക്കുന്നവർക്ക് ഹൃദ്യമായൊരു അനുഭവം ആങ്കറിങ്ങിലൂടെ ലഭിക്കുന്നുണ്ട്. പരിപാടിയെ പറ്റിയുള്ള മതിപ്പ് പ്രേക്ഷകനിലുണ്ടാക്കാൻ ആങ്കറിങ്ങിന് കഴിയുന്നുണ്ട്. ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള ആത്യന്തമുള്ള വ്യക്തികളെ പരിചയപ്പെടുത്തുന്നതും അവരുടെ വ്യക്തിവൈശിഷ്ട്യങ്ങൾ കൃത്യമായ വിവരണങ്ങളോടെ പ്രേക്ഷകരിലെത്തിക്കുന്നതും ആങ്കർമാരാണ്. ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന വ്യക്തികളെ പരിചയപ്പെടുത്തുന്നതും അവരുടെ വിലപ്പെട്ട സംഭാവനകൾ എന്തെല്ലാമാണെന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതുമെല്ലാം ആങ്കർമാർ തന്നെയാണ്. പണ്ട് കാലത്തെ യോഗങ്ങളിലെ സ്വാഗത പ്രസംഗകരുടെ ഉത്തരവാദിത്തം കൂടിയാണ് ഇന്ന് ആങ്കർമാർ വഹിക്കുന്നത്. ഷെഡ്യൂളുകൾ നിലനിർത്തുന്നതും ഓരോ സെക്ഷനും പ്രസംഗകനും മതിയായ സമയവും ശ്രദ്ധയും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതും ആങ്കർമാരാണ്. ഷെഡ്യൂളുകൾ നിലനിർത്തുന്നതും ഓരോ സെക്ഷനും പ്രസംഗകനും മതിയായ സമയവും ശ്രദ്ധയും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതും ആങ്കർമാരാണ്. ആങ്കറിങ്ങിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഔചിത്യം പാലിക്കുക എന്നതാണ്. ഒരു നല്ല ആങ്കറിനുണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഗുണങ്ങളിലൊന്നാണ് ഔചിത്യം പാലിക്കുക എന്നത്. പ്രത്യുൽപ്പന്ന മതിത്വമില്ലാത്ത ആങ്കറിങ്ങുകൾ പരാജയപ്പെടും. വേദിയിലെ സന്ദർഭോചിതമായിട്ടുള്ള ഇടപെടലുകളിലൂടെ പ്രോഗ്രാമിൻ്റെ ഒഴുക്ക് നിലനിർത്തിക്കൊണ്ടുപോകാൻ ഇത്തരം പ്രത്യുൽപ്പന്ന മതിത്വം ആവശ്യമാണ്. ചുരുക്കത്തിൽ സദസ്സിനെ ഊഷ്മളമായി സ്വാഗതം ചെയ്യുക, സെഷനുകളും പ്രഭാഷകരും തമ്മിലുള്ള ഇടതടവില്ലാത്ത ബന്ധങ്ങൾ പാലിക്കുക, സമയം ഫലപ്രദമായി കൈകാര്യം ചെയ്യുക തുടങ്ങിയവ ആങ്കറിങ്ങിൻ്റെ മാത്രം സവിശേഷതയാണ്. ഇത് പരിപാടിയുടെ ആകെയുള്ള വിജയത്തിൻ്റെ പ്രധാന ഘടകം കൂടിയാണ്. സെമിനാറുകളുടെയും മറ്റു നടത്തിപ്പിൽ പ്രൊഫഷണലിസം കൈവരുന്നത് നല്ല ആങ്കറിങ്ങിലൂടെയാണ്. ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. എൻ്റെ തൊണ്ട അടഞ്ഞിരിക്കുന്നത് കൊണ്ട് ശബ്ദത്തിന് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. എന്തായാലും നിങ്ങളെല്ലാവരും ഈ ക്ലാസ് കേൾക്കുക. പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടാൻ പ്രാർത്ഥനയോടെ നിർത്തുന്നു. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും
കമൻറ്റുമെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ പരീക്ഷ എല്ലാവർക്കും എളുപ്പമാണ് എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. എല്ലാവർക്കും ആ പരീക്ഷയിലും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.